ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ലിപ്സ്റ്റിക് ഹോളാണ് കാണാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്ന് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ഇതൊക്കെ തീരാനായിട്ടുണ്ട്. പലതും കുറച്ചേ ഉള്ളൂ, ബാക്കി എന്തെങ്കിലും നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇത് ലാക്മേൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഒരു ബ്രൗൺ എവരിഡേ കൈൻഡ് ഷെയ്ഡ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. നമുക്ക് എപ്പോഴും ഓഫീസ് വെയറായിട്ട് എപ്പോഴും ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ. സെക്കൻഡ് എൻ്റെ ഫേവറേറ്റായ ഐറിഷ് കോഫി. ഇത് ആക്ച്വലി നല്ലൊരു ഷെയ്ഡാണ്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡല്ലേ, എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്നൊരു ടൈപ്പ് ഷെയ്ഡാണിത്. നമുക്ക് ഡെയിലി ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രൗൺ അല്ല, കുറച്ചുകൂടി ഒരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയൊരു ബോൾഡ് കൈൻഡ് ഒരു റെഡ് ഷെയ്ഡ് കാണിച്ചു തരാം. ഞാൻ ഇത് ആക്ച്വലി യൂസ് ചെയ്ത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ മൂട് വരെ പൊട്ടിപ്പോയി. ഇത് കുറേ യൂസ് ചെയ്തതാണ് ഞാൻ. ഈ ഷെയ്ഡാണല്ലോ. ഈ ഷെയ്ഡ് ഇട്ടപ്പോൾ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റായ പോലെ ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ഇട്ടാൽ നമ്മളെ ഫേസ് നന്ന ബ്രൈറ്റ് ചെയ്ത പോലെ കാണിക്കും. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് ഓർമ്മയില്ല, ബട്ട് അടിപൊളിയാണ്. നല്ലൊരു റെഡ് മെറൂൺ ഷെയ്ഡാണ്. നിങ്ങളൊരു ഫങ്ഷൻ വെയറാക്കി യൂസ് ചെയ്താൽ അടിപൊളിയാണ്. ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ബോൾഡ് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാനാണ്. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റമാണ് ലാക്മേൻ്റെ ഈ ഒരു ഷെയ്ഡ്. ഒരു വൈൻ ടച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡാണിത്. ആക്ച്വലി ഇത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ നല്ലൊരു കളറായിരുന്നു. ബട്ട് ഇത് എൻ്റെ ചുണ്ടിലിട്ടപ്പോൾ തന്നെ ഭയങ്കര ഡാർക്ക് ലിപ്സായി. നന്നായിട്ടൊരു നമ്മളെന്താ പറയുക, ഭംഗിയില്ലാത്തൊരു ഭയങ്കര ഒരു ഡാർക്കായി. എന്നിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഗൈസ് ഈ ഷെയ്ഡ്. ബട്ട് ക്യാമറയിൽ നോക്കുമ്പോൾ അത്ര ഡാർക്കില്ല. ബട്ട് നമ്മളിത് ഞാൻ കുറച്ചിട്ടിട്ട് ഇങ്ങനെ വൈപ്പ് ഓഫ് ചെയ്തിട്ട് ആണ് പോവാറ്. ഞാൻ പക്ഷേ ഇതിൻ്റെ കൂടി വേറൊരു ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ ഇത് കാണിച്ചത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കൂടി വേറെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ക്യാമറയിൽ അത്ര വൃത്തികേട് കാണില്ല. പക്ഷെ നല്ല ഡാർക്കാണ്. ഭയങ്കര നമ്മൾ ചൂണ്ടിങ്ങനെ സിഗരറ്റൊക്കെ വെച്ച് ബ്ലാക്ക് ആയില്ല, അതുപോലെ ഇരിക്കും. ഇതെനിക്കത്ര ഇഷ്ടമായില്ല. ഇത് ഞാൻ തിറയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളുണ്ടെങ്കിൽ നമുക്ക് വേറെ ലിപ്സ്റ്റിക്കിനെ മിക്സ് ചെയ്താൽ ചിലപ്പോൾ നല്ല ഷെയ്ഡ് കിട്ടും. ഇനി അടുത്ത ഞാൻ ഒരുപാട് യൂസ് ചെയ്തൊരു ഷെയ്ഡാണ് ഇത്. മാർസിൻ്റെ ഹാർട്ട് തീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്.
ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് തീർന്നു, ഇതിലിനി വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്കട്ടെ. ഞാനിപ്പം ഇതിൻ്റെ ഇതാണ് ഐ ഷെയ്ഡ്. ഒരു എപ്പോഴും ഞാൻ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡായിരുന്നു ഇത്. വെരി നൈസ് ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാ ഇന്ത്യൻസും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇല്ല, ഇനി മാർസിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണിത്. ഷെയ്ഡ് എന്താ, ഡെസ്റ്റിനി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതൊരു റെഡ് കൈൻഡ് ഒരു ബോൾഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ആക്ച്വലി ബോൾഡ് ലിപ്സ്റ്റിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറേ റെഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് ആക്ച്വലി. ഇതും ഒരു റെഡാണ്, പക്ഷേ ഒരു ഓറഞ്ച് കളറുന്ന റെഡ് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കാണിച്ചത് ഇതാണ് ഷെയ്ഡ്. ഇത് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് അല്ല, ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. നല്ലൊരു റെഡ് ഷെയ്ഡ് തന്നെയാണ്, ബട്ട് ലിറ്റിൽ ബിറ്റ് ഓറഞ്ചിഷാണിത്. മെറൂണിഷ് അല്ല, കുറച്ച് ഒരു ഓറഞ്ച് ടിൻ്റുള്ളത് ഇതായിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ഈ ഫോണിൻ്റെ ക്യാമറ നോക്കി ഇടാനറിയില്ല, കണ്ണാടിയിൽ നോക്കി ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. ഇതാണ് അപ്പോൾ ഷെയ്ഡ്. ഇത് നമുക്ക് ഒരു ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണ മാതിരി ഒരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നിയത്. ഇതിന് മാർസിൻ്റെ ഡെസ്റ്റിനി. പക്ഷെ കുഴപ്പമില്ല, ഒന്നല്ല, അത് ട്രാൻസ്ഫർ ഒന്നല്ല, ചെറുതായിട്ട് ട്രാൻസ്ഫർ ആവും. ഫുഡ് കഴിച്ചാൽ പോവും, കുറച്ചൊക്കെ പോവും. പക്ഷെ അങ്ങനെ ഫുള്ളായിട്ട് പോലൊരു ടിൻ്റ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഇനി അടുത്തൊരു ഷെയ്ഡാണ്, സിസ് ബ്യൂട്ടീൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതും റെഡ് ഷെയ്ഡാണ്. ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, മറിഞ്ഞു പോയി ഇതിൽ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ക്രയോണാണിത് ആക്ച്വലി. ഇത് തീർന്നിട്ട് ഞാൻ അവിടെ ഇത് കട്ടർ എടുത്തിട്ട് ആക്കാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ചെത്തി ഇങ്ങനെ ആക്കി എടുത്തു. ഇത് ഇടാൻ പറ്റുമോ? ഞാനിപ്പോൾ ഇതങ്ങനെ ഇടാറില്ല. വരുന്നുണ്ട് കളർ ആക്ച്വലി. ഇതല്ല, ഇത് കറക്റ്റ് ഷെയ്ഡ്. ഇത് ലൈറ്റിങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ എൻ്റെ ക്യാമറേൻ്റെ ഒരു ഇതാണ്. ആക്ച്വലി ഇതെല്ലാം ഷെയ്ഡ് കുറച്ചുകൂടെ നല്ല ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോൾ കുറച്ചൊരുമാതിരി ഷെയ്ഡ് ഭയങ്കര ഒരുമാതിരി കളർ പോലെയാണ്, ബട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. എൻ്റെ ക്യാമറയിൽ കാണുന്നത് എല്ലാം കുറച്ചുകൂടെ ഡാർക്കാണ്, എല്ലാം കുറച്ചുകൂടെ ലൈറ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി നേരിട്ട് കാണുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡാർക്കാണ്. എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും കുറച്ച് ലൈറ്റായിട്ടാണ് ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ എനിക്കിത് ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ടുവന്നാലും എൻ്റെ ഇവിടെ ഇലിച്ചുകൊണ്ടിട്ട് ഇവിടെ അതങ്ങ് പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഇല്ല, ഇവിടെ വൈറ്റായിട്ടിരിക്കും. എന്നിട്ട് ഇത് ബാക്കി ചുറ്റിലും ലിപ്സ്റ്റിക് ഉണ്ടാവും. എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഫുഡൊക്കെ കഴിച്ചാൽ ആദ്യം മൊത്തം ഇവിടുത്തെ പോകും, എന്നിട്ടുള്ള മൊത്തം പോകും. ഇവിടുത്തെ ഒന്നും പോവില്ല, അവിടെ മാത്രം പോകും. ഇത് അത്യാവശ്യം ഈ ഇങ്ങനത്തെ ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലാത്ത ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്കത് ഇട്ടൊരു ഫീൽ ഉണ്ടാവും, ഒരു
ഹെവിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചുണ്ടിൽ അങ്ങനെ എന്തോ ഉള്ളതുപോലെ തന്നെ തോന്നും. ഇപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് നമ്മൾ ലാക്മേൻ്റെ ഒക്കെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്, നമുക്ക് ഇട്ട ഒരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ ഫോർമുലയൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇവിടെ മാത്രം പറഞ്ഞു എൻ്റെ മാത്രം വിശ്വാസം. എൻ്റെ ജിഞ്ചർ ബ്രൗൺ എന്ന ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. പക്ഷേ ഇതിനോട് ഞാൻ ലിപ് ലൈറ്റനിങ് ചെയ്തിട്ടാണ് ഇടാറ് ആക്ച്വലി. അപ്പോൾ നല്ലൊരു അടിപൊളി ഷെയ്ഡ്. ഇതൊരു റസ്റ്റിക് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് മാത്രം ഇടുമ്പോൾ കണ്ടില്ലേ, ഒരു ഇത് മാത്രം ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ വാഷ് ഔട്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ ചെറുങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പം നോക്കൂ, ഭയങ്കര ചൂടല്ലേ, ചൂടെടുത്തിട്ട് ഇപ്പം നോക്കൂ നിങ്ങൾ, കുറച്ചുകൂടെ നല്ലൊരു ഷെയ്ഡായില്ലേ. അതാണ് ലിപ് ലൈൻ ചെയ്യുമ്പോൾ ഇത് വേറൊരു നല്ലൊരു ഷെയ്ഡായി മാറാറുണ്ട്. ആക്ച്വലി ഞാൻ ലിപ് ലൈനർ ഇട്ടിട്ടാണ്. ഇതും അതുപോലെ നല്ലതാണ്. നമ്മൾ ചുണ്ട് ഭയങ്കര ഡ്രൈയിങ് ആക്കില്ല, ഒരു ഹെവിനെസ് ഇല്ല ഇട്ടാൽ, കംഫർട്ടബിൾ, വെരി ലൈറ്റ് വെയ്റ്റ്, നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലിപ്സ്റ്റിക് ഹോൾ. ഞാനിപ്പോൾ ആക്ച്വലി ഞാനൊരു 5-6 ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണിച്ചു. ഇതിൽ ഞാനിപ്പോൾ കറൻ്റ്ലി എപ്പോഴും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് ആക്ച്വലി ഞാനിതിൽ ഡെയിലി യൂസ് ചെയ്യുന്നത് 1-2 ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ഒക്കെ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലിപ്സ്റ്റിക് ഹോൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.